ഇഷ്ടായി. പക്ഷെ ഇത് വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? ഞാനേ മോഷ്ടിച്ചു. വലിയൊരു ബാങ്ക് കൊള്ളയടിച്ചു. എന്ത് ചോദിച്ചാലും തറുതലേ. അതെ, മക്കളൊരു സമ്മാനം വാങ്ങിച്ചോണ്ട് വന്നാ അതെന്താ എവിടുന്നാ എന്നൊന്നും കുത്തി കുത്തി ചോദിക്കരുത്. ഓ, എന്താ കറി? തെക്കേലെ നാണുവട്ടം വന്നപ്പോഴേ കുറച്ച് പരല് തന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? മണം മൂക്ക് തുളച്ച് കേറുന്നു. കുറച്ചിങ്ങതാ. ചൂടാ. എന്തു പറ്റി നിന്റെ കൈക്ക്? ഒന്നുമില്ല. കൈ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, നോക്കട്ടെ. അയ്യോ, ഇതെന്താ ഇത്? ഇതെങ്ങനെ പറ്റിയതാന്ന്? ഇതൊന്നും സാരല്ലമ്മേ. എനിക്കൊന്നും സാരമില്ല. പക്ഷെ നിന്റെ കയ്യിൽ പൊടിയുന്ന ചോരയുണ്ടല്ലോ, അത് ഈ അമ്മയുടെ നെഞ്ചിന്ന്. എനിക്കൊരിത്തിരി സന്തോഷം തരാൻ നീ നിന്നെ തന്നെ ഇല്ലാണ്ടാക്കി കളയുമല്ലേ? അതെ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോ അമ്മ ആദ്യം ചെയ്യേണ്ടതേ ഭക്ഷണം കൊടുക്കാന്നുള്ളതാ. അതറിയോ? ചത്തും പോവില്ല, ജീവിച്ചിട്ടും കാര്യമില്ല. കൺമഞ്ഞി കാണുന്നത് ഇതൊക്കെയല്ലേ? എനിക്കൊന്നും വേണ്ട. നീയല്ലേ പറഞ്ഞത് വിശക്കുന്നു? അതിന് കരഞ്ഞുണ്ടാണോ വാരി തരുന്നത്? അതാ എനിക്ക് വേണ്ടാത്ത. ഓ, ചിരിക്കാനുള്ള കാര്യമാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നേ. ഞാൻ കല്യാണം കഴിച്ചിരിക്കും. അച്ഛനില്ലാത്ത കുട്ടിയാ. കൈ പിടിച്ചു കൊടുക്കേണ്ടത് അമ്മയാ. അപ്പൊ അതിനുള്ള ആരോഗ്യമൊക്കെ വേണ്ടേ? അപ്പൊ ഞാനിത്തിരി കഷ്ടപ്പെട്ടാലും എന്റെ അമ്മയെ നോക്കണല്ലോ. കഴിക്കുന്നുണ്ടോ നീ? അതെ, ഈ ഓട്ടും ചാട്ടൊക്കെ അവസാനിക്കാൻ പോവാ. നമ്മുടെ സുന്ദരി ചേച്ചിയുടെ ചിട്ടി ഒന്ന് തീർന്നോട്ടെ. അത് കിട്ടിയാലേ നേരെ ഡോക്ടറെ കൈ കൊണ്ടുപോയി കൊടുക്ക, അമ്മയുടെ ചികിത്സ നടത്താം. എന്നിട്ട് വേണമെങ്കിൽ അമ്മയുടെ സന്തോഷത്തിന് 1 or 2 കല്യാണം കഴിച്ച് ഞാൻ ജീവിച്ചോളാം. മിണ്ടാട്ട് അങ്ങോട്ട് കഴിക്കുന്നുണ്ടോ നീ? നമസ്കാരം. നമസ്കാരം. വരൂ വരൂ. മതി. ഒറ്റ നോട്ടത്തിൽ ചെക്കനെ വീട്ടൊരു ഫ്ലാറ്റ് ആവണം. അതിനുവേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടി ഗാഥാ മാഡത്തിന് ഒരുക്കൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഗാഥാ മാഡത്തിനെ കണ്ട എല്ലാവർക്കും ഇഷ്ടാവും. പക്ഷെ ഗാഥ നീ സൂക്ഷിച്ചോട്ടോ. ഈ തറവാട്ടിലൊക്കെ ചെന്ന് കയറുമ്പോഴേ അവരുടെ ചില ആചാരങ്ങളും ചടങ്ങുകളൊക്കെ ഉള്ളതാ. ആ കാര്യത്തിലൊക്കെ തറവാട്ടുകാർ കടുകട്ടിയായിരിക്കും.